സുരേഷി, എങ്ങനെയാണ് ഈ ഒരു കോമഡി സ്കിറ്റിലോട്ട് എത്തിപ്പെട്ടത്? അത് പ്രതീക്ഷിക്കാൻ വന്നതാണ്. അപ്പം ഇതേപോലെ തന്നെ ഒരു ഓഫർ വന്നതാണ്. ഒരു ചേച്ചി വേറൊരു കാര്യത്തിന് വിളിച്ചു. ചേച്ചി കോമഡി പറയും അല്ലെ ആക്ട് ചെയ്യുമെന്ന് ചേച്ചി തിരിച്ചറിഞ്ഞതാണോ അതോ? ഇപ്പോഴും എനിക്കറിയില്ല. ഞാൻ കോമഡി പാട്ട് പാടുവോ? പാടുമായിരുന്നു, നന്നായിട്ട് പാടും. വഴി ഉണ്ടാക്കാം. കോമഡി എനിക്ക് അങ്ങനെ ഒരു കോമഡി ആർട്ടിസ്റ്റായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഒരു വേഷം ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് കോമഡി പറഞ്ഞിട്ട് ഒരാളെ ചിരിപ്പിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു. ചേച്ചി കണ്ടതിന് ചിരിക്കും. ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ? അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ ഇങ്ങനെ ഒരു കോൾ വന്നപ്പോൾ ഞാൻ അമ്മേനൊക്കെ വഴക്കുറഞ്ഞിട്ട് ഒരാഴ്ച ഞാൻ ഫോൺ പോലും എടുത്തിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് ക്യാമറ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. ഇപ്പോഴും അവിടെ ആക്ഷൻ പറയുമ്പോ ഇവിടെ നിന്ന് ഒരു വിറയിലും മനസ്സിലായില്ലേ, എല്ലാം അഭിനയമാ. ഭയങ്കര പേടിയാണ്. അതിങ്ങനെ പ്രതീക്ഷിക്കാണ്ട് വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ്, ഇവിടെ കാണിച്ചില്ല ഒരു ആക്ഷൻ, ആ ഫ്ലോറിൽ കാണിച്ചെങ്കിൽ ഇന്നലെ സിനിമ ലോകത്ത്. അങ്ങനെ പിന്നെ ഇങ്ങനെ കോമഡിയിൽ നിലനിന്ന് പോകണം. ഓക്കെ, എങ്ങനെയുണ്ട് ചേച്ചിക്ക് ഇവിടുത്തെ ഒരു അനുഭവം കോമഡിയിൽ? അടിപൊളിയല്ലേ? ഭയങ്കര കൂട്ടല്ലേ എല്ലാവരും, നല്ല ഭയങ്കര കൂട്ടം. കൂട്ടിനല്ല, ചേച്ചി ചെയ്യുമ്പോൾ ചേച്ചിക്ക് സാറ്റിസ്ഫൈഡ് ആണോ? അതെ, ഹാപ്പി ആണോ? ഭയങ്കര ഹാപ്പിയാണ്. വീട്ടിലെല്ലാരും നല്ല സപ്പോർട്ടാ? പിന്നെ ഭയങ്കര സപ്പോർട്ടാ. ആണോ? എല്ലാവരും നല്ല സപ്പോർട്ടാ. ചേച്ചിയുടെ ഫാമിലിയൊക്കെ ഹസ്ബൻഡ്, 2 കുട്ടികളുണ്ട്. ഓക്കെ. മോളുടെ പേര് കല്യാണി മിശ്ര എന്നാണ്. കല്യാണി മിശ്ര. അതെന്താ ഒരു മിശ്ര? ജാനകി മിശ്ര. മിശ്ര അത് ഇപ്പൊ ചോദിച്ചില്ലേ, അപ്പൊ ഹസ്ബൻഡ് പറയായിരുന്നു വെറുതെ ഒരു പേരിട്ടിട്ട് പോകരുത്, ഒരാൾക്ക് പേരിടുമ്പോഴേ. കല്യാണി എന്ന് പറഞ്ഞാൽ കല്യാണി, ഓക്കെ. കല്യാണി മിശ്ര ഒന്നുകൂടി ചോദിച്ചില്ലേ, അങ്ങനെ ചോദിക്കണം എന്നാണ് ആള് പറയുന്നത്. അല്ലാതെ എന്താന്ന് ഒന്നുകൂടി ചോദിക്കണം എന്ന്. അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് ഒരു മിശ്ര എന്ന് ചേർത്തു. കാരണം ഈ മിശ്ര ഈ ടൈപ്പ് ഒക്കെ വരുന്നത് നോർത്ത് ഇന്ത്യൻ സൈഡിലാണ്. അപ്പൊ ചേച്ചി ഒരു പാട്ട് പാടിക്കുക കാസർഗോഡ് ലാംഗ്വേജില്. ഞാൻ പണ്ട് പാടുമായിരുന്നു, ഇപ്പൊ പാടാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളിപ്പോ കോമഡി ഉത്സവത്തില് പാടണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹം ഭയങ്കര ട്രൈ ചെയ്തൂടെ? ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കോമഡി ഉത്സവത്തില് ഞങ്ങള് കാസർഗോഡ് സ്ലാങ്ങില് ഞാനും ആസിഫ് എന്ന് പറഞ്ഞ പയ്യനും കൂടി ഒരു സെറ്റ് ചെയ്ത്. അപ്പൊ അതിൽ ലാസ്റ്റ് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത് കാസർഗോഡുള്ള കുട്ടികൾ എഴുതി ഉണ്ടാക്കിയതാണ്. അപ്പൊ ആസിഫാണ് അത് പാടിയിട്ട് എനിക്കറിയാം. എനിക്ക് വലിയ പരിധികളൊന്നും വരി പാടാം. എന്റെ ചങ്ങായി നീ എന്തപ്പാ ഇങ്ങനെ പൊട്ടറ കള്ളിത്തുണി പോലെ ഞാനില്ലേ, എന്റെ ചങ്ങായി നീ എന്തപ്പാ ഇങ്ങനെ പൊട്ടറ കള്ളിത്തുണി പോലെ ഞാനില്ലേ. കൊള്ളാലോ. പാട്ട് പാടിയ സ്ഥിതിക്ക് ഇതിന്റെ മീനിങ് കൂടി പറഞ്ഞു തരണം. എന്താ കൂട്ടുകാരാ നീ എന്തപ്പ ഇങ്ങനെയെന്ന്, കല്ലിത്തുണിയോ അങ്ങനെ ഇങ്ങനെ. ഓ അവള് പോണെങ്കിൽ പോട്ടെ, നമ്മൾ ഉടുക്കണമുണ്ട് എപ്പോഴും നമ്മുടെ കൂടെ ഇല്ലേ, അതുപോലെ ഞാൻ എപ്പോഴും നമ്മുടെ കൂടെ ഇല്ലേ. അങ്ങനെ എന്താ ഒരു മീനിങ്. നല്ല പാട്ട്, നല്ല മീനിങ് ഉള്ള പാട്ട് കാസർഗോഡുകാർക്ക്. അപ്പൊ നാൻസി ചേച്ചി ചോദിക്കാം, സിനിമയാണോ ചേച്ചിയുടെ ലക്ഷ്യം അതോ കോമഡി സ്കിറ്റ് അങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോം ആണോ, എന്താണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും സിനിമയായിരിക്കുമല്ലോ. അഭിനയിച്ചിട്ടില്ലേ? പിന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു 5-6 മൂവി ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതില് ഒരു മൂവി 17-ാം തീയതി റിലീസാണ്. അടിപൊളി, കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. ചോദിച്ചു കോമൺ സെൻസ് നമ്മളങ്ങനെ അതിന്റെ ആവശ്യമില്ല. കൺഗ്രാറ്റുലേഷൻ, ഓൾറെഡി ഫെയിം ആണ് അല്ലോ, സന്തോഷിച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഓൾറെഡി ഇപ്പൊ വേണ്ട കേട്ടോ, ഞാൻ വെറുതെ ചോദിക്കുന്നതായിരിക്കും. ഓൾറെഡി ഇപ്പൊ ഒരു 3-4 സിനിമ, എത്ര സിനിമ ചെയ്തു ടോട്ടല്? ഇപ്പൊ 5-6 മൂവി ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ ആക്ടിങ്? സീരിയലാണോ ബെറ്റർ, സിനിമയാണോ ബെറ്റർ, കോമഡി ആണോ? എന്റെ കഞ്ഞുകൂടിയിൽ മണ്ണുവാരിയുടെ വന്നയാണോ? അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. മേഖല ഞാൻ പറയും, അപ്പൊ ബാക്കിയുള്ളവർ എന്നെ പിന്നെ വിളിക്കത്തില്ല. അതല്ല, നമുക്കിപ്പോൾ ഒരു പാഷൻ ഉണ്ടല്ലോ, മീൻസ് അഭിനയമാണ് നമ്മുടെ പാഷൻ. പക്ഷെ അത് ഏതിൽ നിൽക്കാനാണ് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ഞാൻ ചോദിച്ചത്. ഓരോന്നിനും ഓരോ ഡിഫറെന്റ് കാറ്റഗറിയാണ്, ഓരോ ഫീൽഡും ഡിഫറെന്റ് ആണ്. അതെ, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. സീരിയലുള്ളപ്പോൾ സീരിയൽ ചെയ്യാൻ ഇഷ്ടമാണ്, കോമഡി ഉള്ളപ്പോൾ കോമഡി പറഞ്ഞ അവർ സൂചിച്ചു. സിനിമ ഉള്ളപ്പോൾ സിനിമ ചെയ്യാനാണ് ഇഷ്ടം. ചേച്ചി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ 1, 2, 3, 4,
ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എണ്ണലൊക്കെ കണ്ടാലൊക്കെ മല മറിച്ച മാതിരിയാ. അടുത്തത് എത്ര സിനിമ ചെയ്തില്ല ആകാംക്ഷയിലിരിക്കുമല്ലോ. ചെയ്തിട്ടില്ല, പക്ഷെ ഇനി എല്ലാ സിനിമയിലും ഇവിടെ ഉണ്ടാവും. എല്ലാം ഉണ്ടാവും, ഉണ്ടാവട്ടെ. ഫുൾ നെയിം എന്തായിരുന്നു പറഞ്ഞ? സൂര്യകല. സൂര്യകല. ഒരു കലയുണ്ട്. ആ അതുണ്ട്. ഒരു കല ഇരിക്കട്ടെ. അതൊന്നുമല്ല, കലയുണ്ട് എന്നാണ് മനസ്സിലായി, മനസ്സിലാവണുണ്ട്. ഞാനും എന്റെ പേര് നാൻസി കല. എനിക്ക് അല്ല അല്ലാണ്ട് സൂര്യകല official name ആണ്. അത് ഒഫീഷ്യൽ നെയിമാണ്. ഇതെന്തിനു വേണ്ടിട്ടാ? വെറുതെ. സിനിമ ചെയ്തിട്ടില്ല ഇതുവരെ. അതായത് ഇപ്പൊ നമ്മളെ ഒരു 10 പേര് നമ്മൾ അറിയുമെങ്കിൽ 100 പേര് നമ്മൾ അറിയാത്തവരാണ്. അതുണ്ട്. എന്താടി என்ன சொன்ன இப்ப புரியல எனக்கு. അയ്യോ തമിഴ് ഫോണൊക്കെ വിളിച്ച് തമിഴ് എടുത്തോടെ നമ്മളിപ്പോ കേരളത്തിലാണ്. തമിഴ് വരെ സംസാരിക്കും നന്നായിട്ട് സംസാരിക്കും. പിന്നെ എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം. തമിഴത്തെയാണോ? എന്തോ കടക്കുപുറത്ത് തമിഴ്നാട്ടിലായിരുന്നു ജനിച്ചു. എന്തെങ്കിലും തമിഴ് പറയടി കേൾക്കണ്ട. என்ன சொல்றது, கூட ஒண்ணுமே சொல்லிட்டு பிரயோஜனம் இல்ல. ഏൻ പ്രയോജനമില്ല. അല്ല തമിഴ് നമ്മൾക്ക് പിന്നെ പെട്ടെന്ന് മനസ്സിലാവും. മലയാളമായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. അതിനെ കുറിച്ച് പറയാനറിയില്ല, കേട്ടാ നന്നായിട്ട് മനസ്സിലാവും. സംസാരിക്കാം. നീ സംസാരിക്കും, ഞാൻ സംസാരിക്കാം. നീ മലയാളത്തിൽ തമിഴ് ചോദിക്കട്ടെ, ഞാൻ മലയാളത്തിൽ പറയാം. ഓക്കെ. நீங்க ஃபர்ஸ்ட் நடிச்சது எந்த படம்? ഞാൻ ഏഷ്യാനെറ്റ് പടം നടിച്ചിട്ടില്ല ഇതുവരെ. പടം നടിക്കില്ല. പടം അടിച്ചിട്ടില്ലെന്നല്ല, നടിച്ചിട്ടില്ല. മതി, എനിക്ക് മനസ്സിലായി. കുട്ടിക്ക് തൃപ്തിയായി? എനിക്ക് തൃപ്തിയായി. உங்க ஃபியூச்சர்ல என்ன ஆகணும்னு உங்களுக்கு கனவு? ഒന്നും ആവണ്ട, പ്രത്യേകിച്ച് ഇപ്പൊ ഇരിക്കുന്ന പോലെ പോയാൽ മതി. എന്റെ ഫ്യൂച്ചറിൽ എനിക്ക് ഒന്നുമേ ഇപ്പൊ എപ്പടി നശിപ്പിക്കണ്ട. അതെ, ഇപ്പൊ എപ്പടി പോരെ എപ്പടിത്താൻ അപ്പടിത്താൻ പോയാ പോതും. உங்களுக்கு என்ன சாப்பிட பிடிக்கும்? സോറ്. അതെ, ഇത് വല്ല ആരെങ്കിലും കേട്ട അവര് വന്ന് അടിച്ചിട്ട് പോകും. നല്ലൊരു ലാംഗ്വേജ് വെറുതെ നശിപ്പിക്കണ്ട. ഇന്നൊരു തീരുമാനം എടുക്കുവാണ്, ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ തമിഴ് സംസാരിക്കില്ലെന്ന് പ്രതിജ്ഞ. അങ്ങോട്ടുള്ള എല്ലാ പ്രോജക്റ്റിനും എല്ലാ കാര്യങ്ങൾക്കും സ്കിറ്റ് ആവട്ടെ, സീരിയൽ ആവട്ടെ, സിനിമ ആവട്ടെ, എല്ലാത്തിലും നല്ല അടിപൊളിയായിട്ട് പോവാൻ ലൈഫ് ആവട്ടെ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലൈഫ് ആവട്ടെ. വേറൊരു കാര്യം, പേടിക്കരുത്. ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ പറഞ്ഞ് ചെളിവാരി എറിഞ്ഞതൊക്കെ. എനിക്ക് പേടിയപ്പോ ഇവിടെ ഫാൻസുകാർ എന്നെ പൊങ്കാലോ ഞാൻ കണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോ എടപ്പള്ളി വലിയൊരു ഫ്ലെക്സ് സൂര്യകല പാലൊക്കെ ഒഴിച്ചിട്ട്. ഞങ്ങള് കളിയാക്കുന്ന അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പരസ്പരം എന്തും പറയും. അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരു ഫീലിങ്സേ ഇല്ല. എന്റെ ഒരു സ്വന്തം സഹോദരിയെ പോലെ, എന്റെ ഒരു സുഹൃത്തിനെ പോലെയാണ്. അത്രയൊക്കെ വേണം. അവിടെ ഒന്നും പോണ്ട. ഓക്കെ, എനിവേ എന്തായാലും താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഓക്കെ. നമസ്കാരം.